ഇന്നത്തെ വീഡിയോയിൽ ക്രോഷ്യ കോസ്റ്റർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു സ്ലിപ്പ് മുട്ടിടുക. അതിനുശേഷം ഇതിൽ 6 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇനി ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു റൗണ്ട് കിട്ടും. ഇനി ഈ റൗണ്ടിൽ 19 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യം 3 ചെയ്യുക. എന്നിട്ട് ഇതിൽ 19 ഡബിൾ ക്രോഷ്യ. ഇവിടെ 19 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി ഇത് ആദ്യം ചെയ്ത 3 ചെയിനിൻ്റെ മൂന്നാമത്തെ ചെയിനിലോട്ട് ഇട്ടിട്ട് ജോയിൻ ചെയ്യണം. ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. വീണ്ടും 3 ചെയിൻ എടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ അതിനകത്ത് ചെയ്യാം. 2 ചെയിൻ. ഈ നെക്സ്റ്റ് ഈ ഓരോ ലൂപ്പിലും ഈ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. രണ്ട് ചെയിൻ. ഇതിൽ 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ 2 ചെയിൻ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഈ 3 ചെയിൻ എടുത്ത് അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 ചെയിൻ. നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ 2 ചെയിൻ. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. 2 ചെയിൻ.
അടുത്ത ചെയിനിലൊരു ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ആദ്യം എടുത്ത 3 ചെയിനിൻ്റെ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. വീണ്ടും 3 ചെയിൻ. ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, രണ്ട് ചെയിൻ, വീണ്ടും സെയിം ഗ്യാപ്പിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ. ഈ ഗ്യാപ്പിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, രണ്ട് ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇട്ട 3 ചെയിനിൻ്റെ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. വീണ്ടും 3 ചെയിൻ എടുക്കുക. ഇതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ഇനി ഈ ഗ്യാപ്പിലേക്ക് 6 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്, ഈ ഗ്യാപ്പിലേക്ക് വീണ്ടും 6 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആദ്യം ഇട്ട 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വന്ന ഈ ത്രെഡ് ഇതുപോലെ കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്.